അമയ വിഷ്ണു എന്ന് പറഞ്ഞാൽ അവരെ രണ്ടുപേരെ ഉണ്ടെങ്കിൽ ഒരുപാട് പേർക്കെങ്കിലും അറിയുന്നതായിരിക്കും. ഇവർക്കെതിരെ ഉണ്ടെങ്കിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കുറേ നാളായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ ഇതാണെങ്കിൽ ഇവർ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചെന്നുള്ളൊരു കാരണം കൊണ്ടാണ്. ആ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഇതേ കണക്ക് ഇവർ ഉടനെ തന്നെ പിരിയുമെന്നുള്ള രീതിയിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ വിഷ്ണു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതേ കണക്ക് അമയെ എന്നെ ചതിച്ചു, ഇപ്പോൾ വേറെ ഒരാളുമായിട്ട് ബന്ധമാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഒരു വീഡിയോ ഇട്ടിരുന്നത്. ഇത് കണ്ടപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ട് എന്ത് പറ്റി എന്തോ സംഭവം എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അമ്മ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെയൊന്നുമല്ല, അവൻ പറയുന്ന കണക്കൊന്നുമല്ല. ഞങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ അവൻ്റെ ജീവിതം അത്ര നല്ല രീതിയിലല്ലായിരുന്നു. ഭയങ്കര ലഹരിക്കും പല കാര്യങ്ങൾക്കും അടിമയായിരുന്നു. അങ്ങനെ ഞാൻ പലവട്ടം അവൻ്റെ അടുത്ത് പറഞ്ഞതാണ് അതിൽ നിന്നെല്ലാം വെളിയിൽ വരാൻ. പക്ഷെ ആ സമയത്തൊന്നും അവ അത് കേട്ടില്ല. പിന്നെ എന്നെ മൈൻഡ് ചെയ്തില്ല, എൻ്റെ കാര്യങ്ങളോ ഒന്നും നോക്കിയില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങളോട് ഈ പിരിയാൻ തീരുമാനിച്ചത്. അങ്ങനെ പിരിഞ്ഞ സമയത്താണ് ഇപ്പോൾ വേറെ ഒരാളുമായിട്ടുണ്ടെങ്കിൽ ഒരു ബന്ധം എന്നുള്ളത്. അതുകൊണ്ടെങ്കിൽ അതിന് മുമ്പ് ഉണ്ടെന്നുള്ള രീതിയിലാണ് ഇതേ കണക്ക് വിഷ്ണു പറയുന്നത്. അങ്ങനെയൊന്നും ഇല്ലെന്നാണ് ഇതേ കണക്ക് അമ്മയെ പറയുന്നത്. ഇപ്പോൾ ഇതേ കണക്കിൽ പെട്ടെന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചാലും പിരിയുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. കല്യാണം എന്ന് പറയുന്നത് പെട്ടെന്ന് കയറി കഴിക്കാനുള്ളതല്ല. അത് നല്ലോണം ഒരു ജോലിയൊക്കെ ആയി സ്വന്തം കാര്യം നിൽക്കാൻ പറ്റിയതിന് ശേഷം ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സണുണ്ടെങ്കിൽ നല്ലതാണോ അല്ലേ ഇതൊക്കെ വർക്കാവുമെന്ന് നോക്കിയിട്ട് വേണം. ഇപ്പോഴത്തെ കാലത്തുണ്ടെങ്കിൽ അതൊന്നും നോക്കാതെ പെട്ടെന്നാണ് ഇദ്ദേഹം അതുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അത് പിന്നെ ഇങ്ങനെ വന്ന് തീരുകയും ചെയ്യുന്നത്.